555 ടൈമർ ഐസ് ഉപയോഗിച്ച് നമുക്കൊരു അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഓർക്കാഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഓർക്കാഡ് ചെയ്യാനായിട്ട് ക്യാപ്ചർ CIS എടുക്കുകയാണ്. നമുക്ക് ന്യൂ പ്രോജക്റ്റ് എടുക്കാം. പ്രോജക്റ്റിന് പേര് കൊടുക്കാം. ഇനി നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഓക്കെ അടിച്ച് പുതിയ പേജിലേക്ക് പോകാം. അപ്പം ഇവിടെ നമുക്ക് ക്രിയേറ്റ് ബ്ലാങ്ക് പ്രോജക്റ്റ് എടുക്കാം. നമുക്ക് ചെയ്യേണ്ട പേജ് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കമ്പോണൻറ്റ് പ്ലേസ് ചെയ്യാം. പ്ലേസ് പാർട്ട് എടുത്തിട്ട് 555 ടൈമർ ആദ്യമേ എടുക്കാം. നമുക്ക് 555D എന്നാണ് അടിക്കേണ്ടത്. അപ്പം നമുക്ക് 555D EVAL ഇതെടുക്കാം. കമ്പോണൻറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് റെസിസ്റ്റർ എടുക്കാം. 6 അനലോഗ് എടുത്തു. അപ്പോൾ നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്യാം. എല്ലാം റൊട്ടേറ്റ് ചെയ്യാതെ നമുക്ക് വെക്കാം. സെലക്ട് ചെയ്ത് 6 അടിച്ചാൽ മതി. നമുക്ക് കപ്പാസിറ്റർ പ്ലേസ് ചെയ്യാം. C അനലോഗ് എടുത്തു. അത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. കമ്പോണൻസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വോൾട്ടേജ് സോഴ്സ് എടുക്കാം. VDC എന്നിവിടെ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ സോഴ്സായിട്ട് VDC സോഴ്സ് ഇത് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യാം. നമുക്ക് ഗ്രൗണ്ട് കൊടുക്കാനുണ്ട്. വയറിങ് ചെയ്തതിന് ശേഷം ഗ്രൗണ്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രൗണ്ട് കൊടുക്കാം. നമുക്ക് എല്ലാത്തിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
R1 R2 6.8K കൊടുക്കാം. R3 ലോഡ് റെസിസ്റ്റർ നമുക്കൊരു 100K കൊടുക്കാം. ഇനി കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 0.01 മൈക്രോഫാരഡ് കൊടുക്കാം. .1 മൈക്രോഫാരഡ് കൊടുക്കാം. കമ്പോണൻസിൻ്റെ എല്ലാം നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് സപ്ലൈ കൊടുക്കണം. സപ്ലൈ നമുക്കിവിടെ 10 വോൾട്ട് കൊടുക്കാം. വോൾട്ട് സപ്ലൈ കൊടുത്തു, ഗ്രൗണ്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4 എന്നുള്ള വയറൂടെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. 8 4 ഷോർട്ടാണ്. ഇനി നമുക്ക് ഈ സ്പൈസിൽ പോയി ന്യൂ സിമുലേഷൻ കൊടുക്കാം. അതിൽ ന്യൂ സിമുലേഷൻ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് അതിലെ ടൈം ഡൊമെയിനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ടൈം ഡൊമെയിൻ കൊടുത്തു. നമ്മുടെ ഡ്യൂട്ടി സൈക്കിൾ 1 മില്ലി സെക്കൻഡാണ്. ഒരു 5 സൈക്കിൾ കാണാമല്ലോ. 5 മില്ലി സെക്കൻഡ് ടൈം കൊടുക്കാം. ഒരു സ്റ്റാർട്ടിങ് 1 മില്ലി സെക്കൻഡ് കൊടുക്കാം. സ്റ്റെപ്പ് സൈസ് ഒരു 5 കൊടുക്കാം. ഇതിൻ്റെ നോയ്സൊക്കെ ഒന്ന് മാറണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു അത് കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്തോളും. നമുക്ക് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇനി പ്രോബ് കൊടുക്കാം. പ്രോബ് നമ്മൾ ഔട്ട്പുട്ടിലൊരു പ്രോബ് കൊടുത്തു. ഇനി നമ്മൾ ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള ചാർജിങ് ഡിസ്ചാർജിങ് കിട്ടാനായിട്ട് അവിടെ ഒരു പ്രോബ് കൊടുക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് അസിമെട്രിക്കലായിട്ടുള്ള വേവ് ഫോം കിട്ടി. നമ്മൾ ഡയോഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓൺ ടൈമും ഓഫ് ടൈമും ഡിഫറെൻ്റ് ആണ്. ആ രീതിയിൽ ഉള്ളൊരു വേവ് ഫോമായി. ഇനി നമുക്ക് വേണ്ടത് സിമെട്രിക്കലായിട്ടുള്ള ഒരെണ്ണം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഡയോഡും കൂടെ കൊടുക്കാം. ഡയോഡ് കൊടുക്കാനായിട്ട് D1N4007 എടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഡയോഡ് എടുത്തൊരു ഡയോഡ് ഇവിടെ പ്ലേസ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് അതോടെ വയറിങ് കൊടുക്കാം. ഇനി നമുക്ക് സിമെട്രിക്കലായിട്ടുള്ള വേവ് ഫോമാണ് കിട്ടേണ്ടത്. ഇനി സേവ് ചെയ്തിട്ട് വീണ്ടും പ്ലേ ചെയ്യാം. ഇപ്പം നമുക്ക് ഓൺ ടൈമും ഓഫ് ടൈമും ഒരുപോലെയുള്ള സൈക്കിൾസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അസ്റ്റബിൾ മൈക്രോവേവ് വൈബ്രേറ്റർ സിമെട്രിക്കലും അസിമെട്രിക്കലും ആയിട്ടുള്ള വേവ് ഫോം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.